കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയാണ് നമ്മുടെ കൂടെയുള്ളത്. സ്ഥാനാർത്ഥിയല്ല, ഇനി മുതൽ അവിടെ നയിക്കാൻ പോകുന്നത് ഫാത്തിമ തഹ്ലിയാണ്. ചരിത്ര ഭൂരിപക്ഷം 2273 വോട്ടിന്റെ ലീഡോടുകൂടിയാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാരുടെ സ്നേഹം. കുറ്റിച്ചിറ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് സ്നേഹമാണെന്ന്. ആ സ്നേഹത്തിൽ നിറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. ഏകദേശം 58.2% അവിടെ പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ 3/4% വോട്ടും UDF വീണു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ചരിത്ര ഭൂരിപക്ഷത്തിന്റെ കാരണം. ഇതിന് ഇത്രയൊരു വലിയൊരു വിജയത്തിന് കാരണം എന്തായിരിക്കും? കാരണം കേരളം മൊത്തം ഈ വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈപിടിച്ച കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 100% ഞങ്ങൾ ഏണി വെച്ച് കയറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആളുകൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ജീവിതം വളരെ ദുരിതമായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഡീലിമിറ്റേഷൻ അത് വളരെ അടിവരയിട്ടുകൊണ്ട് പറയേണ്ട കാര്യമാണ്. ഇവിടെ പല ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഡീലിമിറ്റേഷൻ ചെയ്തിട്ടുള്ളത്. കുറ്റിച്ചിറയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10,000-നടുത്ത്, അതായത് 9,563 വോട്ടുകൾ ആണ് കുറ്റിച്ചിറ കോർപ്പറേഷനിലുള്ളത്, വാർഡിലുള്ളത്. നേരെ മറിച്ച് തൊട്ടപ്പുറത്ത് ഞാൻ നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വോട്ടുള്ള ചാലപ്പുറത്ത് ഏകദേശം 4,000-ൽ മാത്രമാണ് വോട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. ആളുകളോട് ഇവർ കാണിക്കുന്ന, കോർപ്പറേഷൻ കാണിക്കുന്ന അന്യായമാണിത്. മാത്രമല്ല ഈ ദിവസം ഇലക്ഷൻ അന്ന് ഞങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടു. എന്താണെന്ന് വെച്ചാൽ ഫൈനൽ വോട്ടർ ലിസ്റ്റിൽ പല ആളുകളുടെയും പേരില്ല, വെട്ടിക്കളഞ്ഞു. ഒരു നോട്ടീസ് പോലും ഇല്ലാതെ വെട്ടിക്കളഞ്ഞ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാഴ്ച. പോളിംഗ് സ്റ്റേഷനിലേക്ക് വന്നപ്പം തല കുനിച്ച് സങ്കടത്തോടെ മടങ്ങിയിട്ടുള്ള ആളുകളെ കൂടി ഞാൻ അഡ്രസ്സ് ചെയ്യാണ്. അവരുടെ കൂടി വിജയമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ അട്ടിമറി വിജയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് ഒരു കച്ചിത്തുരുമ്പായിട്ട് LDF മുന്നിലുള്ളത്. അതിലാണെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി പരാജയപ്പെടുകയും ചെയ്തിരിക്കും. 100% അവർ ആക്ച്വലി തെരഞ്ഞെടുപ്പിലേക്ക് പോവേണ്ട കാര്യമില്ലായിരുന്നു. അതിന് മുന്നേ തോറ്റു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കണം, ഈ കോർപ്പറേഷൻ അകത്ത് ഇവർ ചെയ്തു വെച്ചിട്ടുള്ള വഞ്ചനകളുണ്ട്. ഈ നാട്ടിലുള്ള ആളുകളോട്, ഈ നാട്ടിലുള്ള വോട്ടർമാരോട് അവർ കാണിച്ചിട്ടുള്ള വഞ്ചന. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഡീലിമിറ്റേഷൻ. രണ്ടാമത് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒരാൾക്ക് ഒരു നോട്ടീസും കൊടുക്കാതെ എങ്ങനെയാണ് പേര് വെട്ടുക? ഇവരെങ്ങനെയാണ് NRC-CA സമരത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? എങ്ങനെയാണ് നാട്ടിലെ പൗരത്വ സംരക്ഷണത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഇവർക്കത് സംസാരിക്കാൻ യാതൊരു രൂപത്തിലുള്ള അർഹതയും ഇല്ല എന്നുള്ളത് അടിവരയിട്ടുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ വിജയം സൂചിപ്പിക്കുന്നത്. വലിയൊരു ആഘോഷത്തിലേക്കായിരിക്കും. ഇനി എന്തൊക്കെയാണ് പരിപാടികൾ? 100% വരൂ, കുറ്റിച്ചിറയിലേക്ക് വരൂ. കുറ്റിച്ചിറ ഓൾവേസ് ഈ ഒരു ഫെസ്റ്റിവൽ മൂഡിലാണുള്ളത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ആ രൂപത്തിലാണ് കണ്ടിട്ടുള്ളത്. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. വരൂ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും വലിയ സന്തോഷത്തിലാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഫാത്തിമ തഹ്ലിയ കുറ്റിച്ചിറ പിടിച്ചിരിക്കുകയാണ്. അതിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയുമാണ്.